മാതാപിതാക്കളുടെ ഏകമകൾ തന്നെ ജീവനുല്യം സ്നേഹിക്കുന്ന അച്ഛനമ്മമാരെക്കാൾ അവൾക്ക് പ്രിയപ്പെട്ടതായിരുന്നു ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട കൊറിയൻ സുഹൃത്ത്. എറണാകുളം സ്വദേശിനി ആദിത്യയുടെ മരണകാരണം അറിഞ്ഞ നാട്ടുകാരൊക്കെ ചോദിക്കുന്ന ചോദ്യമാണിത്. കൊറിയൻ സുഹൃത്ത് ഒരാഴ്ച മുമ്പ് അപകടത്തിൽ മരിച്ചതിലുള്ള വിഷമം കൊണ്ട് ജീവനെടുക്കുന്നുവെന്നാണ് കുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പ്. കുട്ടിയുടെ നോട്ട്ബുക്കിൽ കൊറിയൻ ഭാഷയിലുള്ള കുറിപ്പുകളുമുണ്ട്. അതേസമയം കുട്ടിയെ ആരെങ്കിലും കളിപ്പിച്ചതാണോ എന്നാണ് പോലീസിന്റെ സംശയം. ആദിത്യയുടെ ഫോൺ ലോക്ക് ചെയ്ത നിലയിലാണ്. ഫോൺ വിശദമായി പരിശോധിച്ച് കേസിൽ ദുരൂഹത നീക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. മാമല കക്കാട് സ്വദേശി മഹേഷിന്റെയും രമ്യയുടെയും മകൾ ആദിത്യയെ കഴിഞ്ഞ ദിവസം രാവിലെ 9:30 വീടിന് സമീപത്തെ ഉപയോഗശൂന്യമായ ക്വാറിയിൽ മരിച്ച നിലയിൽ കണ്ടത്. വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോയതായിരുന്നു പെൺകുട്ടി. ചോറ്റാനിക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് 1ാം വർഷ വിദ്യാർത്ഥിനിയായിരുന്നു ആദിത്യ. അമ്പലത്തിൽ പോയി വന്ന ശേഷം രാവിലെ 7:45 ആദിത്യ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകാനായി ഇറങ്ങി. ബസ് സ്റ്റോപ്പിലേക്ക് പോകാനായി പോയ പെൺകുട്ടിയുടെ മൃതദേഹം എതിർദിശയിൽ 100 മീറ്റർ മാറിയുള്ള ക്വാറിയിലാണ് കണ്ടത്. സ്കൂൾ ബാഗ് കരയിലുണ്ടായിരുന്നു. രാവിലെ 9 വെള്ളത്തിൽ മൃതദേഹം പൊങ്ങിക്കിടക്കുന്നത് കുട്ടിയുടെ അമ്മയും ബന്ധുക്കളും ഉൾപ്പെടെ കണ്ടിരുന്നു. എന്നാൽ ആദിത്യയാണ് മരിച്ചതെന്ന് ആദ്യം ഇവർക്ക് മനസ്സിലായില്ല. പിന്നീട് ID കാർഡിലെ പേര് കേട്ടപ്പോഴാണ് കുട്ടിയാണെന്ന് മനസ്സിലായത്. കൊറിയൻ സുഹൃത്ത് ഒരാഴ്ച മുൻപ് അപകടത്തിൽ മരിച്ചതിലുള്ള വിഷമം കൊണ്ടാണ് ജീവനെടുക്കുന്നതെന്ന് സ്കൂൾ ബാഗിലുണ്ടായിരുന്ന ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. ബുക്കിൽ നിന്ന് ലഭിച്ച ഇംഗ്ലീഷിൽ എഴുതിയ 3 പേജ് വരുന്ന കുറിപ്പിലാണ് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട കൊറിയൻ സുഹൃത്തിനെക്കുറിച്ചും ഇയാൾ ദിവസങ്ങൾക്ക് മുൻപ് മരിച്ചതിനെക്കുറിച്ചും പറഞ്ഞിട്ടുള്ളത്. നോട്ട്ബുക്കിൽ കൊറിയൻ ഭാഷയിലുള്ള കുറിപ്പുകളുമുണ്ട്. അച്ഛനും അമ്മയ്ക്കും തന്നോട് വലിയ സ്നേഹമുണ്ടെന്നും എങ്കിലും സുഹൃത്തിൻ്റെ മരണം താങ്ങാനാവാത്തതിനാൽ മരിക്കുകയാണെന്നുമാണ് കുറിപ്പിൽ പറയുന്നത്. സംഭവത്തിൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്നതാണ് പുറത്തുവന്ന വിവരങ്ങൾ. കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ കുട്ടിയുടെ ഫോൺ പരിശോധിക്കണം. ഫോൺ ലോക്ക് ചെയ്ത നിലയിലായതിനാൽ സാങ്കേതിക വിദഗ്ധരുടെ സഹായം തേടും. കുട്ടി കബളിപ്പിക്കപ്പെട്ടതാണോ എന്നും പോലീസ് സംശയിക്കുന്നു. ആദിത്യയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് അന്വേഷണം ഊർജിതമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.